ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ മാസങ്ങളായി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വന്ദേ ഭാരതിൽ ചനാപ്പാലം വഴിയുള്ള യാത്ര. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ജൂണിൽ അത് ഉദ്ഘാടനം ചെയ്ത ശേഷം എനിക്കത് വളരെ കൊതിയായിരുന്നു കേട്ടോ. എന്തായാലും എനിക്കതിൽ കയറണം. കാരണം ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണത്. അങ്ങനെ അത് ബുക്ക് ചെയ്ത് അവസരം വന്ന് ഇന്നാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ശ്രീനഗറിൽ ഞങ്ങളുടെ യാത്രയൊക്കെ അവസാനിച്ച് കട്രയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വന്ദേ ഭാരതിൽ കയറുക മാത്രമല്ല, കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് മാതാ വൈഷ്ണോദേവിയെ ദർശിക്കുക എന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അവസരം വന്ന് ഇപ്പോഴാണ്. ഇന്ന് ഞങ്ങളിപ്പോൾ കട്രയിലെത്തി. നാളെ അമ്മയെ തൊഴുതാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അമ്മയെ കണ്ടു എന്ന് പറയാനും പറ്റുകയുള്ളൂ. കാരണം ഇവിടെ എത്തിയാലും പല പല സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. അമ്മ ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് ഞങ്ങളെ അവിടെ എത്തിക്കട്ടെ. പിന്നെ ഇന്ന് യാത്രയിലെ വിശേഷങ്ങൾ പറയാം കേട്ടോ. പോണ വഴിക്ക് കൂടുതലും വലിയ വലിയ തുരങ്കങ്ങളാണ് കേട്ടോ. ഒരുപാട് മലകളൊക്കെ തുരന്നാണ് നമ്മുടെ ഈ ചനാപ്പാലം വഴിയുള്ള കട്രയിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പോയിന്റുകൾ കാണാം. അത് നല്ല മനോഹരമാണ് കേട്ടോ. പിന്നെ നമ്മൾ അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് നമ്മുടെ ട്രെയിനിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോഴേ ഒരു വര പോലെയാണ് നമ്മൾ ആ പുഴ കാണുന്നത്. നമ്മൾ വളരെ ഉയരത്തിലാണ്, പക്ഷെ നമുക്കത് അനുഭവപ്പെടുകയില്ല കേട്ടോ. നമ്മൾ കുറേ ഉയരത്തിലാണ് നമുക്ക് തോന്നില്ല, പേടിയും തോന്നില്ല. സാധാ ട്രെയിനിൽ കയറുന്ന പോലെ തന്നെയാണ്. പിന്നെ ശ്രീനഗറിലെ റെയിൽവേ സ്റ്റേഷനും ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ വരുമ്പോൾ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ കാലിയായ റെയിൽവേ സ്റ്റേഷൻ കാണണമെങ്കിൽ ശ്രീനഗറും ജമ്മുവിലും വരണം. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന പോലത്തെ ഉള്ള സുരക്ഷത്തോട് മാത്രമേ നമുക്ക് ശ്രീനഗറിലെ റെയിൽവേ സ്റ്റേഷനിലേക്കും ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷനിലേക്കും കടക്കാൻ സാധിക്കുകയുള്ളൂ. ടിക്കറ്റ് പുറത്ത് തന്നെ കാണിക്കണം. പിന്നെ ഒരുപാട് ബ്ലാക്ക് ക്യാറ്റ്സും ഡോഗ് സ്ക്വാഡും ഒക്കെ ഉണ്ട് വന്ദേ ഭാരതിൽ കേട്ടോ. അതിങ്ങനെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് നമ്മൾ ട്രാവലറിൽ വരികയാണെങ്കിൽ 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ സമയമെടുക്കും. പക്ഷേ വന്ദേ ഭാരതിൽ വന്നപ്പോൾ 8 മണിക്ക് കൃത്യം വന്ദേ ഭാരത് പുറപ്പെട്ടു. 11 മണിയാകുമ്പോൾ ഞങ്ങൾ ജമ്മുവിലെത്തുകയും ചെയ്തു. അവിടെ നമ്മുടെ ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, കുളിച്ചു, ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകുന്നേരം പതിവ് പോലെ കട്ര കറങ്ങാനിറങ്ങി. വളരെ മുകളിൽ ഭഗവതിയുടെ അമ്പലം കാണാം. ഒരുപാട് മുകളിലാട്ടോ. നാളെ അമ്മയെ കാണാൻ പോകാമെന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. റൂമിൽ പിന്നെയും അവിടെ നിന്നും നല്ല ചെറിയ ഷോപ്പിംഗ്, അതുപോലെ ഞങ്ങൾക്ക് പതിവാണ്. ഷോപ്പിംഗ് ചെയ്ത് റൂമിൽ വന്ന് അത്താഴം കഴിച്ച് വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് 5 മണിക്ക് എല്ലാവരും റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ വൈഷ്ണോദേവി വിശേഷങ്ങൾ വരാം കേട്ടോ. ഓക്കെ, ബൈ.